ഈ അധികമായാൽ അമൃതം വിഷം എല്ലാരും ആ പഴഞ്ചൊല്ല് കേട്ട് കാണും അല്ലേ? ഞാൻ ഇന്ന് ആ അധികം എന്താണ് അധികം എന്നുള്ളത് പറയാണ്. അധികം അധികം സമയം കിട്ടുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്ക് സമയം ഒട്ടും തികയില്ല. ഒന്ന് കണ്ണടച്ച് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്ന് തോന്നുന്ന എത്രയോ ആൾക്കാരുണ്ടാകും. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ചെറുപ്പക്കാര് ജോലിക്കും വീട്ടിലെ കുടുംബ പ്രാരാബ്ദം കുട്ടികളുടെ കാര്യം എല്ലാം കൂടി നോക്കിയിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ അവരോർക്കും ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയെങ്കിൽ. പക്ഷേ അവരോടൊക്കെ എനിക്കൊരു അപേക്ഷ, നിങ്ങൾ അതിനെ ആസ്വദിക്കണം. കാരണം ഈ വെറുതെ ഇരിക്കുമ്പോഴുള്ള ഒരു വിരസത അത് അനുഭവിച്ചറിഞ്ഞവർക്കേ മനസ്സിലാവും. ഞാനിപ്പോൾ അധികം അനുഭവിക്കുന്നില്ല, കാരണം ഞാനിപ്പോഴും എൻ്റെതായ എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മോചനം നേടിയവളാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ഈ സമയം ഒരുപാടുള്ളവർ തീർച്ചയായിട്ടും അത് പാഴാക്കാതെ ആ സമയം എങ്ങനെയെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എസ്പെഷ്യലി നമുക്ക് ആരോഗ്യമുള്ള ഒരു ആളാണെങ്കിൽ, പ്രായം ഇവിടെ ഒരു ഘടകമേ അല്ല. നമുക്ക് എന്തും, ഈവൻ നമുക്കൊരു ബിസിനസ് തുടങ്ങാനോ എന്തിനും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഇത് കണ്ടുപിടിക്കണം, നമ്മുടേതായ മേഖല കണ്ടുപിടിച്ചിട്ട്. എത്ര വയസ്സ്, ഈവൻ 90 വയസ്സ് കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സ് ഹെൽത്ത് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാക്കാം. അതല്ലാണ്ട് അയ്യോ എൻ്റെ സമയം ഞാൻ എങ്ങനെ ചെലവഴിക്കുമെന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവർ വീട്ടുജോലിയിൽ മുഴുകിയാലും ഒക്കെ എത്രയെന്നും പറഞ്ഞ് നമ്മുടെ അടുക്കളപ്പണിയൊക്കെ ചെയ്യും. ബാക്കി വരുന്ന സമയം എന്ത് ചെയ്യും? വെറുതെ ടി വി കണ്ടിരിക്കാനോ ഒക്കെ, ഒന്നും വെറുതെ എന്നല്ല, ടി വി കണ്ടിരിക്കാനൊന്നും ആഗ്രഹമില്ലാത്തവരും പലരും ഉണ്ടാകും. അപ്പോൾ അവരുടെ ആ വിരസത മാറിക്കിട്ടാൻ നമ്മൾ സ്വയം എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ മതിയാവും.